നമസ്തേ ബച്ചോം. നാളെ നിങ്ങൾക്ക് ഹിന്ദി എക്സാമാണ്. അപ്പോൾ നമുക്ക് ഹിന്ദിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. 4 ചാപ്റ്ററാണ് ഉള്ളത്. കറക്റ്റായിട്ട് പാടുക നാം, പ്രോക്തി യാ വിധ, ലേഖക കാ നാം, പാഠത്തിൻ്റെ പേര്, ലേഖകൻ്റെ പേര്, അതുപോലെ തന്നെ പ്രോക്തി ഏത് വിധയാണെന്നുള്ളത്, അതായത് കഹാനിയാണോ, കവിതയാണോ, ഉപന്യാസമാണോ, ലേഖാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. फर्स्ट क्वेश्चन നോക്കാം. सूचना जब गांधी जी की गड़ी चोरी चली गई, लेखक का यह अंश पढ़ें, प्रश्न एक और दो के उत्तर लिखें എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി നമുക്കറിയാം, അത് ലേഖാണ്. സ്വയം പ്രകാശ് എഴുതിയ ലേഖാണ്. ഗാന്ധിജീനെ കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങളാണ് അതിൽ. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നതെന്ന് നോക്കാം. മേ ഉസേ യഹാം ഇസ് तरह अपनी धोती में कमर से ठांगे रखता था और जब चाहे निकाल कर टाइम देख लेता था. मैं रोज़ सोने से पहले नियम से उसमें चाबी भरता था. पता नहीं कौन उठा ले गया और क्यों, और गांधी अफसोस में डूब गए. നമുക്കറിയാം പാഠഭാഗത്തിൽ ഗാന്ധിജിയുടെ വാച്ച് കളഞ്ഞു പോയ ആ ഒരു ഭാഗമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സഹി വിക്കൽപ്പ് ചുൻകർ ലിഗേം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വഹ പ്ലസ് മെയിം ഈക്വൽ ഉസ്മേം, അതാണ് ആൻസർ വരുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ റെയിൽ യാത്ര കെ ബീച്ച് മേം ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി, അതായത് ട്രെയിൻ യാത്രക്കിടയിൽ ഗാന്ധിജിയുടെ വാച്ച് കളഞ്ഞു പോയി, മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇസ് പ്രസംഗമേം ഗാന്ധിജിക്ക് ഡയറി തയ്യാർ കരയും എന്നാണ്. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഗാന്ധിജിയുടെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്തു നിന്നും ഗാന്ധിജിയുടെ വാച്ച് കളഞ്ഞു പോയ ആ ഒരു സംഭവത്തെ തുടർന്ന് ഗാന്ധിജിയുടെ ഡയറി എഴുതാം. 4 മാർക്കാണ്. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് നിങ്ങൾക്കറിയാം. ഡേറ്റും പ്ലേസും എഴുതാം. പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്, അങ്ങനെ കുറച്ചൊരു ഫസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റും അങ്ങനെ നിങ്ങൾ എഴുതി അവസാനിപ്പിക്കുക. 4 മാർക്കാണ് ഇതിന്. അടുത്തത് ഫുട്ബോൾ के दिल का राजा लेखक का यह अंश पढ़ें और 3 से 5 तक പ്രശ്നോം കെ ഉത്തർ ലിഖേം എന്നുള്ളതാണ്. ഇതും ഒരു ലേഖാണ്. സോബാൻ ജോഷി എഴുതിയ ലേഖാണ്. അപ്പോൾ ഇത് പ്രോക്തി വരുന്നത് ലേഖം, ലേഖക നാം സോബാൻ ജോഷി, പാടുക നാം ഫുട്ബോൾ കെ ദിൽ കാ രാജ. വായിക്കാം. ഫിർ ഫുട്ബോളർ പെലെ കെ ഖേൽ കാ രാജ ക്യോं कहते हैं. 29 दिसंबर 1922 को 82 साल की उम्र में उनकी मृत्यु हुई. ब्राज़ील में उनकी शव यात्रा 13 किलोमीटर लंबी थी. अंतर्राष्ट्रीय फुटबॉल से वे 50 साल पहले रिटायर हो गए थे. क्लब के गेल से 1977 में, അതായത് ഫുട്ബോൾക്ക് പെലെ ഫുട്ബോളറായ പെലെയുടെ പാടാണ് ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഓരോരോ വർഷങ്ങൾ തന്നിട്ട് ഇതുപോലെ ഹിന്ദിയിൽ അക്കം എഴുതാൻ വേണ്ടി വരും അക്ഷരത്തിൽ. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ 1977 ഹിന്ദിയിൽ എങ്ങനെ പറയുക, 1977 എന്നാണ് പറയുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആൻസർ 1977 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിശേഷൻ ശബ്ദ് ചുൻകർ ലിഖേം എന്നുള്ളതാണ്. അപ്പോൾ ഫുട്ബോൾ, ലംബി, മൃത്യു, സാൽ എന്നിങ്ങനെയാണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ലംബി നീളമുള്ളത് ഒരു പദത്തിലിപ്പോൾ വരുമ്പോൾ അതിനെ എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് വിശേഷണമായിട്ട് വരിക അല്ലേ. നിങ്ങൾക്കറിയാം സുന്ദർ, ലഡുക്ക എന്ന് പറയുമ്പോൾ ലഡുക്കേനെ വിശേഷിപ്പിക്കുന്നത് സുന്ദരാണ്. അപ്പോൾ സുന്ദറാണ് ഇവിടുത്തെ വിശേഷൻ. അച്ഛ ഫുട്ബോൾ, അച്ഛ ആണ് വിശേഷൻ.
അപ്പോൾ അതിൻ്റെ ആ ഒരു പദത്തിൻ്റെ മുൻപിൽ വരുന്നതാണ് എന്ത് വിശേഷണം. അതുപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ സങ്കേതോം കി സഹായതാ സെ പെലേക്ക് ജീവനി തയ്യാർ കരേം. നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജീവനിയാണ് തയ്യാറാക്കേണ്ടത്. പാരഗ്രാഫ് പോലെ ജീവനി തയ്യാറാക്കണം. അടുത്തത് ചട്പട്ട് ഓർ നട്കട്ട് കഹാനി കാ യഹ് അൻഷ് പഠേം ചൽസെ സാത് കെ ഉത്തർ ലിഖേം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഫസ്റ്റ് ടൈമിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ആ 2 ക്വസ്റ്റ്യൻസ്, അതായത് ഇതിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് അങ്ങനെ നോക്കി ആൻസർ ചെയ്യുക. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്ന് പറഞ്ഞാൽ 6ാമത്തെ, അതായത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നട്കട്ട് ധീരെ ചൽത്താ ഹേ. അപ്പോൾ ഇവിടെ നട്കട്ട് ധീരെ ചൽ രഹാ ഹേ എന്നുള്ളതാണ്. അപ്പോൾ ചട്പട്ട് ഓർ നട്കട്ട് ഏക് സാത്ത് പഹൂഞ്ചത്തെ ഹേ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ചട്പട്ട് ഓർ നട്കട്ട് ഏക് സാത്ത് പഹൂഞ്ച് രഹേ ഹേ എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 7ാമത്തെ ഇവിടെ മാക്കി ഹിദായത്ത് ഖ്യാതി, എന്തായിരുന്നു അമ്മയുടെ ഹിദായത്ത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആൻസർ നിങ്ങൾക്കറിയാം. चटपट नदी तक पहुंच जाता तब तक नटखट नाले तक ही पहुंच होता था. माँ की हिदायत थी कि चटपट को छोटे भाई का ध्यान रखना है. അതാണ് അമ്മയുടെ, അതായത് ചട്പട്ട് കോ ഛോട്ടെ ബായി കാ ധ്യാൻ രഖ്നാ ഹെ നട്കട്ട് കോ അപ്പിനെ സാത്ത് ഹി രഖ്നാ ഹെ. അപ്പോൾ ആൻസർ ഈ ഒരു ലൈനാണ് വരുന്നത്. മാ കി ഹിദായത്ത് थी कि चटपट को छोटे भाई का ध्यान रखना है नटखट को अपने साथ ही रखना है. അതാണ് വരിക. അടുത്തത് ജനജന കാ ചെഹറ കവിത की ये पंक्तियां पढ़कर 8 से 10 तक प्रश्नों के उत्तर लिखिए എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ജന കാ ചെഹറ ഏക്ക് എന്നുള്ളത് കവിതയാണ്, മുക്തിബോധ എഴുതിയ കവിതയാണ്. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ജന കാ ചെഹറ കവിത കെ കവി കൗൺ ഹെ എന്നുള്ളതാണ്, നമുക്കറിയാം മുക്തിബോധ്. അടുത്ത ക്വസ്റ്റ്യൻ ബഹത്തി ബഹാത്തി ഹുയി ജിന്ദഗി കി ധാര കാ മത്ലബ് ക്യാ ഹെ എന്നുള്ളതാണ്. ആൻസർ ജീവൻ കാ പ്രവാഹ എന്നുള്ളതാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖേം. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്ലാസ്സിൽ, അപ്പോൾ അത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ घर पेड़ और तारे की याद कहानी का यह अंश पढ़ें प्रश्न 11 से 12 के उत्तर लिखേം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ലേഖമാണ്. അപ്പോൾ ഇത് കോഷ്ടേസെ സഹി ശബ്ദ ചുൻകർ വാക്യ പിരമിഡ് ആകെ ബഠായേം എന്നുള്ളതാണ് ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഗർ അപ്പനെ. അപ്പോൾ ഇത് നിങ്ങൾ ആഡ് ചെയ്ത് എഴുതാനാണ്. അതുപോലെ തന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ പ്രസ്തുത പ്രസംഗ पर पटकथा का एक दृश्य लिखिए अथवा अपने देश लौट जाने के बारे में बच्चों के बीच वार्तालाप बारे में बच्चों के बीच വാർത്താലാപൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പട്കഥ എഴുതുക, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, ആ കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനാണ്. 4 മാർക്കാണ്. അടുത്തത് സൂചന ഫുൾ കവിതാക്കി യേ പങ്ക്തിയാം പഠേം പ്രശ്ന 13 से 14 के उत्तर लिखേം എന്നുള്ളതാണ്. അപ്പോൾ ഫുൾ കവിതയാണ്. അപ്പോൾ ബഹാർ കാ സമാനാർത്ഥി ശബ്ദ ചുനേം 13ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ബസന്താണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് संकेतों की सहायता से पर्यावरण सुरक्षा विषय पर लघुलेखाണ്. അപ്പോൾ पर्यावरण सुरक्षा से प्राकृतिक संसाधनों का संरक्षण और संतुलन होता है. प्रदूषण नियंत्रण से स्वस्थ जीवन और स्वच्छ वातावरण मिलता है. पुनः उपयोग से कचरा कम और ऊर्जा बचती है. हरियाली बढ़ाने से जलवायु परिवर्तन को रोकने में मदद मिलती है. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അഥവാ ഓർ ക്വസ്റ്റ്യനാണ് പ്രകൃതി സംരക്ഷൺ വിഷയ पर एक പോസ്റ്റർ തയ്യാർ കരേം. അപ്പോൾ നല്ല വൃത്തിയിലൊരു ബോക്സ് വരയ്ക്കുക. പ്രകൃതി സംരക്ഷൺ ആണ് വിഷയം, അത് ബോൾഡാക്കി എഴുതുക. പിന്നെ ഡേറ്റ്, പ്ലേസ്, സ്കൂളിൻ്റെ പേര്, സബ്കാ സ്വാഗതം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 4 മാർക്കാണ് അതിന്. അടുത്ത ക്വസ്റ്റ്യൻ സൂചന ജബ് ഗാന്ധിജി की गड़ी
चोरी चली गई लेख का अंश पढ़ें. 15 से प्रश्न 15 के उत्तर लिखिए എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, गर्मियों के दिन थे जिस कमरे में गांधी जी को बिठाना था उसे एक घंटा पहले से रूम कूलर चलाकर पूरी तरह ठंडा कर लिया गया. उस ज़माने में पूरे हिंदुस्तान में एक ही रूम कूलर था. मकसद तो गांधी जी को आराम देना ही था, लेकिन बस यही से गड़बड़ शुरू हो गई എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 4 ശരിയായ പ്രസ്താവനകൾ എഴുതണം. അപ്പോൾ ഇതിൽ 6 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, ഒന്ന് വായിക്കാം. ഗാന്ധിജീനെ വൈസ്രോയി का आमंत्रण स्वीकार किया. माउंट बैटन ने चाय पार्टी का सारा जिम्मा खुद ले लिया. गांधी जी की गड़ी रेलगाड़ी में किसी ने चुरा ली. माउंट बैटन के ज़माने में पूरे हिंदुस्तान में एक ही रूम कूलर था. गांधी जी चाय पार्टी में अपना खाना साथ लाए. गांधी जी अपने गड्डी जेब में रखते थे. അപ്പോൾ ഇതിൽ 4 എന്താണ് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അപ്പം നിങ്ങൾ 4 എണ്ണമാണ് എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് 4 എണ്ണം? गांधी ने वाइसरॉय का आमंत्रण स्वीकार किया. गांधी जी की गाड़ी रेलगाड़ी में किसी ने चुरा ली. माउंट बैटन के ज़माने में पूरे हिंदुस्तान में एक ही रूम कूलर था. गांधी जी चाय पार्टी में अपना खाना साथ लाए എന്നുള്ളതാണ് ഇതിൽ വരുന്ന ശരിയായ പ്രസ്താവനകൾ. അടുത്തത് ലഡ്കേനെ അപ്പിനി ഓർ ബഹൻ की रक्षा के लिए क्या किया, അതായത് ഗർ പേട് ഓർ താരെ കി യാദ് കഹാനി ലോകകഥയാണ്. അതിൻ്റെ ചെറിയൊരു അംശമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ലഡ്കെ ബഹനെ രക്ഷിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ബലൂത് കെ ഏക് പേട് സെ ഏക് അച്ചി സി ടഹനി തോടുകർ അപ്പനെ പാസ് രഖ്ലി. അപ്പം എന്താണ്, നല്ല ഒരു തടിക്കഷ്ണം വെട്ടിയെടുത്തിട്ട് ഒരു അവൻ്റെ കയ്യിൽ വെക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ സംഗീതവും കി സഹായത സെ ബായിക്ക് ചരിത്രഗത വിശേഷതാവും പർ ടിപ്പണി ലിഖിയം എന്നുള്ളതാണ്. അപ്പോൾ ആ പാഠത്തിൽ വരുന്ന ബഹൻ की देखभाल करने वाला, जिम्मेदारी निभाने वाला, चुनौतियों का सामना करने वाला, आत्मविश्वास रखने वाला എന്നിങ്ങനെ 4 പോയിൻറ്റ്സ് ആണുള്ളത്. ഇതൊക്കെ ബായിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ഒരു ഹിൻസാണ്. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഒരു വാർത്താലാബ് ചോദിക്കും, ഡയറി ഒക്കെ ചോദിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും അതുപോലെ ടീച്ചേഴ്സ് തന്ന നോട്ട്സൊക്കെ നന്നായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് ജനജനക ചെഹരായക്കിലെ കവിതയുടെ ആശയം നോക്കുക. കറക്റ്റായിട്ട് പാഠത്തിൻ്റെ പേര്, അത് എഴുതിയ ആൾ, ലേഖാണോ കഹാനിയാണോ അത് മനസ്സിലാക്കുക. പിന്നെ പത്രത്തിൻ്റെ ഫോർമാറ്റ് നോക്കുക, ഡയറി, പോസ്റ്റർ, വാർത്താലാബ്, ഇതൊക്കെ എല്ലാ പാഠത്തു നിന്നും ചോദിക്കുക. അപ്പോൾ മെയിനായിട്ട് ആ കണ്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് അതിൻ്റെ ഉചിതമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ സൂചന തരുമ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഹിൻസ്, അതിൽ നിന്ന് തന്നെ സൂചനകളിൽ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം ഉണ്ടാവും. അപ്പോൾ ആ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതുക. എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.